ആദിപരാശക്തിയേ നമഃ. ആദിപരാശക്തിയുടെ കേശാദിപാദ വർണ്ണന. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം 100-ാം ശ്ലോകം 486-ാം നാമപദം അനാഹതാബ്ജ നിലയ എന്നാണ്. അനാഹതം എന്നതൊരു ചക്രമാണ്. കുണ്ഡലിനി എന്ന ഊർജത്തിൻ്റെ പ്രവാഹം മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാര പത്മത്തിലെത്തുന്നതുവരെ വിവിധ ചക്രങ്ങളും ഗ്രന്ഥികളും കിടക്കുന്നു എന്ന് നാം നേരത്തെ കണ്ടിരുന്നു. അതിൽ അനാഹതം എന്നാൽ ഹൃദയമാണ്, ഹൃദയചക്രമാണ്. അപ്പോൾ അനാഹത ചക്രം എന്ന അബ്ജം, ആ താമരയിൽ നിവസിക്കുന്ന ദേവി എന്നാണ് ഈ നാമത്തിന് അർത്ഥം. 487 ശ്യാമാഭ. ശ്യാമം, ശ്യാമവർണം, കറുത്ത നിറമാണ്. അപ്പോൾ ശ്യാമാഭ, ആ കറുപ്പ നിറമുള്ള ആ ശോഭ, ഭംഗിയോടുകൂടിയ ദേവി. 488 വദനദ്വയ. ദ്വയമെന്നാൽ 2, അപ്പോൾ 2 മുഖമുള്ള ദേവി. 489 ദംഷ്ട്രോജ്വല. ദംഷ്ട്ര, ദേവിയുടെ ആ മുഖത്തിന് ഇരുവശത്തും ഉള്ള വലിയ പല്ലുകൾ. ആ ഉജ്ജ്വലമായി ശോഭിക്കുന്ന ദംഷ്ട്രയോട് കൂടിയവൾ. 490 അക്ഷാമാലാധിധര. അക്ഷാമാല, രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയ മാലകളും മറ്റും ധരിക്കുന്ന ദേവി. 491 രുധിര സംസ്ഥിത. രുധിരമെന്നാൽ രക്തം, രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാൽ സമസ്ത ജീവജാലങ്ങളുടെയും ശരീരത്തിൽ ആ രക്തത്തിൻ്റെ പ്രവാഹത്തെ നയിക്കുന്ന ദേവി എന്നർത്ഥം. 492 കാളരാത്രിയാദിശക്തൗഘവൃത. കാളരാത്രി ആദി ശക്തി ഔഘവൃത എന്ന് പറയുമ്പോൾ ദേവിയുടെ നവരാത്രി കാലത്ത് ദേവിയുടെ ആ 9 രൂപഭാവങ്ങളെയാണ് നാം 9 ദിവസങ്ങളിലും ആരാധിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട രൂപമാണ് കാളരാത്രി ഭാവം. ആ കാളരാത്രിയും മറ്റ് ശക്തി ദേവതകളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ദേവി എന്നാണ് ഈ നാമത്തിനർത്ഥം. 493 സ്നിഗ്ധൗധന പ്രിയ. സ്നിഗ്ധൗധനം എന്ന് പറയുമ്പോൾ നെയ്യ്, എണ്ണ എന്നിവ കൊണ്ടുണ്ടാക്കിയ ആ അന്നദാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവി. 494 മഹാവീരേന്ദ്രവരദ. മഹാരായ യോദ്ധാക്കൾക്ക് അനുഗ്രഹം നൽകുന്ന ദേവി. 495 രാഗിണ്യാംബ സ്വരൂപിണി. രാഗിണ്യാംബ എന്നാൽ രാഗിണീ ദേവത. അനഹത ചക്രത്തിലെ യോഗിനി ദേവിയാണ് രാഗിണി. ആ സ്വരൂപത്തിലിരിക്കുന്ന ദേവി. 496 മണിപൂരാബ്ജ നിലയ. മണിപൂരം എന്നത് മറ്റൊരു ചക്രമാണ്. ആ ചക്രത്തിൽ നിവസിക്കുന്ന ദേവി. 497 വദനത്രയ സംയുത. വദനത്രയം എന്ന് പറയുമ്പോൾ 3 മുഖങ്ങളുള്ള ദേവി. 498 വജ്രാധികായുധോപേത. വജ്രം അഥവാ മിന്നൽ പിണർ ആയുധമാകിയിരിക്കുന്ന ദേവി. 499 ഡാമരിയാദിപിരാവൃത. ഡാമരി, അതുപോലെ അല്ലെങ്കിൽ ഡാമരി തുടങ്ങിയ മറ്റു ദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ദേവി. 500 രക്തവർണ്ണ. ചുവന്ന നിറമുള്ള ദേവി. 501 മാംസനിഷ്ഠ. ജീവജാലങ്ങളിൽ, സമസ്ത ജീവജാലങ്ങളിലും ഉള്ളിലെ മാംസത്തിൽ അധിവസിക്കുന്നവൾ അഥവാ അതിനെ നയിക്കുന്നവൾ എന്നർത്ഥം. നേരത്തെ രുധിര സംസ്ഥിത എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാംസനിഷ്ഠ. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലും മാംസത്തിലും ഒക്കെ ദേവി നിവസിക്കുന്നു. 502 ഗുഡാന്നപ്രീത മാനസ. ഗുഡാന്നം അതായത് പഞ്ചസാര ചേർത്ത അരിയാഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവി. 503 സമസ്ത ഭക്ത സുഖത. സമസ്ത ഭക്തർക്കും, തൻ്റെ എല്ലാ ഭക്തർക്കും സുഖം പ്രദാനം ചെയ്യുന്ന ദേവി. 504 ലാഗിന്യാംബസ്വരൂപിണി. അതായത് ലാഗിനി എന്ന യോഗിയുടെ ആ രൂപത്തിലുള്ള ദേവി. 505 സ്വാധിഷ്ഠാനാംബുജഗത. സ്വാധിഷ്ഠാന ചക്രത്തിൽ, സ്വാധിഷ്ഠാനമെന്ന ആ താമരയിൽ, ആ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. 506
ചതുർവക്ത്ര മനോഹര, 4 മുഖങ്ങളുള്ള ദേവി, സുന്ദരിയായ ദേവി. 507 ശൂലാദ്യായുധ സമ്പന്ന, ശൂലം ത്രിശൂലവും ആദിയായുള്ള ആയുധങ്ങളും കൈവശമുള്ള ദേവി. 508 പീതവർണ്ണ, മഞ്ഞ നിറമുള്ള ദേവി. നേരത്തെ രക്തവർണ്ണ എന്നും പറഞ്ഞിരുന്നു. 509 അതിഗർഭിത, ദേവി ഗർവമുള്ളവളാണ്. 510 മേധോനിഷ്ഠ, അതായത് മേധസ്സിൽ അഥവാ കൊഴുപ്പിൽ വസിക്കുന്നവൾ. അപ്പോൾ നാം നേരത്തെ കണ്ടു രുധിര സംസ്ഥിത, മാംസനിഷ്ഠ, ഇപ്പോൾ മേധോനിഷ്ഠ. 511 മധുപ്രീത, തേൻ കൊണ്ടുള്ള വഴിപാടുകൾ ഇഷ്ടപ്പെടുന്ന ദേവി. 512 ബന്ധിന്യാദി സമന്വിത, ബന്ധിനിയും മറ്റു ശക്തി ദേവതകളാലും അനുഗമിക്കപ്പെടുന്ന ദേവി. 513 ദധ്യന്നാസക്ത ഹൃദയ, ദധ്യന്നം എന്നാൽ തൈര്, തൈര് കൊണ്ടുള്ള അന്നങ്ങൾ, ആ വഴിപാടുകൾ ഇഷ്ടപ്പെടുന്ന ദേവി. 514 കാകിനി രൂപധാരിണി, കാകിനി യോഗിയുടെ രൂപത്തിൽ ഉള്ള ദേവി. ഇപ്പോൾ വിവിധ യോഗിനി രൂപങ്ങളെ പറ്റിയും നമുക്ക് മനസ്സിലാവുന്നു. 515 മൂലാധാരാംബുജാരൂഢ, മൂലാധാരം എന്ന അംബുജത്തിൽ ആരൂഢയായിരിക്കുന്ന ദേവി. മൂലാധാരം എന്നതാണ് കുണ്ഡലിനി ഉറങ്ങുന്ന ഏറ്റവും സുഷുപ്നയിൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള ആ ഒരു സ്ഥാനമാണ് മൂലാധാര ചക്രം. 516 പഞ്ചവക്ത്ര, ഇവിടെ 5 മുഖങ്ങളുള്ള ദേവിയെയാണ് വർണ്ണിക്കുന്നത്. 517 അസ്ഥി സംസ്ഥിത, അസ്ഥികളിൽ വസിക്കുന്ന ദേവി. 518 അങ്കുശാദിപ്രഹരണ, അങ്കുശം തുടങ്ങിയ ആയുധങ്ങൾ, പ്രഹരണശേഷി ഉള്ള ആയുധങ്ങൾ കൈവശമുള്ളവൾ. 519 വരദാദി നിഷേവിത, വരദ ആദിയായ ശക്തിദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവൾ. 520 മുഗ്ധൗദനസക്തചിത്ത, മുഗ്ധയിൽ, മുഗ്ധ എന്ന് പറയുന്നത് പയറാണ്. അപ്പോൾ ആ പയർ കൊണ്ടുണ്ടാക്കിയ അന്നങ്ങളിൽ ആസക്തി ഉള്ളവൾ, ആസക്ത ചിത്ത, മനസ്സിൽ ഇഷ്ടമുള്ളവൾ. 521 ഡാകിന്യംബസ്വരൂപിണി, ഡാകിനി അംബ സ്വരൂപിണി, ഡാകിനി എന്ന യോഗിനിയുടെ രൂപത്തിലുള്ളവൾ. 522 ആജ്ഞാചക്രാബ്ജ നിലയ, ആജ്ഞാചക്രം എന്ന താമരയിൽ നിവസിക്കുന്ന ദേവി. 523 ശുക്ലവർണ്ണ, വെളുത്ത നിറമുള്ള ദേവി. 524 ഷഡാനന, 6 മുഖങ്ങളുള്ള ദേവി. 525 മജ്ജാസംസ്ഥ, നമ്മുടെ ജീവജാലങ്ങളുടെ ശരീരത്തിലെ അസ്ഥിമജ്ജയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. 526 ഹംസവതി, ഹംസവതി മുഖ്യശക്തി സമന്വിത, ഹംസവതി, ക്ഷമാവതി എന്നീ ശക്തികളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ദേവി. 527 ഹരിദ്രാനൈക രസിക, ഹരിദ്രം എന്നാൽ മഞ്ഞൾ, മഞ്ഞൾ ചേർത്ത് ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവി. 528 നാമപദം ഹാഗിനി രൂപധാരിണി, ദേവി ഹാഗിനി ദേവതയുടെ രൂപം ധരിച്ചവളാണ്. 109 ശ്ലോകം. 529 നാമപദം സഹസ്രദള പത്മസ്ഥ, ദേവി 1000 ഇതളുകളുള്ള താമരയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 530 സർവവർണ്ണോപശോഭിത, ദേവി എല്ലാ നിറങ്ങളിലും പരിശോഭിതയാണ്. 531 സർവായുധധര, എല്ലാ ആയുധങ്ങളും ധരിച്ചാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. 532 ശുക്ലസംസ്ഥിത, സർവ്വജീവജാലങ്ങളുടെയും ബീജത്തിൽ നിവസിക്കുന്നവളാണ് ദേവി. 533 സർവതോമുഖി, എല്ലാ ദിശകളിലേക്കും തിരിഞ്ഞിരിക്കുന്നു ദേവിയുടെ തിരുമുഖം. അങ്ങനെ ഇന്നത്തെ ഈ നാമപദങ്ങളിലൂടെ ദേവിയുടെ ശക്തിസേനാ സ്വരൂപങ്ങളുടെ നാമങ്ങൾ നമുക്ക് പരിചിതമാവുന്നു. ഒപ്പം തന്നെ ദേവി കുണ്ഡലിനി പ്രവാഹത്തിൻ്റെ ആ പ്രയാണം
മൂലാധാര ചക്രത്തിൽ തുടങ്ങി സ്വാധിഷ്ഠാനം, മണിപുരം, അനഹതം, വിശുദ്ധം, ആജ്ഞാചക്രങ്ങൾ കടന്ന് സഹസ്രാര ചക്രത്തിലെത്തുന്ന ആ സ്തുതി നാം കാണുന്നു. ഒപ്പം തന്നെ ദേവിയുടെ മുഖം ഏകമുഖത്തിൽ തുടങ്ങി സർവമുഖിയായി മാറുന്ന ദേവി ഇടയ്ക്കുള്ള 6 മുഖങ്ങളെ നാം സ്തുതിക്കുന്നു. ഒപ്പം തന്നെ ജീവജാലങ്ങളിലെ ദേവിയുടെ ആ ഒരു വാസം സ്ഥാനം, രുധിരത്തിൽ, മാംസത്തിൽ, മേധസ്സിൽ, മജ്ജയിൽ, ശുക്ലത്തിൽ, അങ്ങനെ സമസ്ത ജീവജാലങ്ങളിലും ദേവീ ചൈതന്യം നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി ഉണ്ട്, നമുക്കൊപ്പമുണ്ട് എന്നത് ഓർമ്മിക്കപ്പെടുന്നു. ഒപ്പം ദേവി ഏതൊക്കെ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു? മഞ്ഞ, ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് നിറങ്ങളിൽ സുന്ദരങ്ങളായ ദേവീരൂപം, ദേവിക്ക് പ്രിയപ്പെട്ട അന്നദാനങ്ങൾ, നെയ്യ്, എണ്ണ, പഞ്ചസാര, പയർ, മഞ്ഞൾ, തേൻ, തൈര് എന്നിവ കലർന്ന ഭക്ഷണങ്ങളാണ് ദേവിക്ക് പ്രിയങ്കരം എന്നും തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ നാമപദങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.